ഗുഡ് മോർണിംഗ്. രാഹുലിനെതിരായി രണ്ടാമത്തെ കേസിൽ അന്വേഷണ സംഘം വിപുലീകരിക്കുമെന്നറിയുന്നു. ഒരു വശത്ത് രാഹുൽ അന്വേഷണത്തിൽ നിന്നും പോലീസിൽ നിന്നുമൊക്കെ ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്നു, മറുവശത്ത് കുരുക്ക് മുറുകുകയാണ്. വനിതാ IPS ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാകും അന്വേഷണം എന്നറിയുന്നു. പരാതിക്കാരിയുടെ മൊഴിയെടുക്കും എന്നതും വളരെ ശ്രദ്ധേയമാണ്. ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസിനേക്കാൾ ഗൗരവമുള്ളതാണ് പുതിയ പരാതി എന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. ഇത്രയും നാൾ ഒരു FIR പോലും എനിക്കെതിരെ ഇടാൻ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരം ഭരിക്കുന്ന വാഴയ്ക്ക് എന്ന പദപ്രയോഗമാണ് ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത്. പക്ഷേ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ഒന്നാകെ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നിലെന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ചും ഈ ആദ്യത്തെ കേസിൽ ഇപ്പോൾ തന്നെ ജാമ്യം നിഷേധിച്ചിരുന്നു. ഹൈക്കോടതിയിൽ പോയ ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയാകും ഇനി രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത്. പക്ഷേ അശ്വതി സൂചിപ്പിച്ചതുപോലെ രണ്ടാമത്തെ കേസ് കുറച്ചുകൂടി സങ്കീർണമാണ്. വളരെ വ്യക്തമായി ആ പെൺകുട്ടി തനിക്കുണ്ടായ അനുഭവം, എന്തുകൊണ്ട് താൻ പരാതി നൽകിയില്ല, എന്തുകൊണ്ട് ഇത്തരമൊരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ ഈ സാധാരണ പ്രതികരിക്കും പോലെ പ്രതികരിച്ചില്ല എന്നൊക്കെ വ്യക്തമാക്കുന്ന ഒരു പരാതി കത്താണ് KPCC അധ്യക്ഷനും അതുപോലെ AICC നേതൃത്വത്തിനുമൊക്കെ നൽകിയത്. ആ പെൺകുട്ടി നേരത്തെ തന്നെ വിവരം ചില മാധ്യമങ്ങളിലൂടെ പുറത്തു പറഞ്ഞതാണ്. അന്നൊക്കെ ഐഡന്റിറ്റി ഇല്ലാത്ത ഒരു കത്തായി വെളിപ്പെടുത്തലായി ചൂണ്ടിക്കാണി, മുഖമില്ലാത്ത പരാതിയായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ KPCC നേതൃത്വത്തിന് പരാതി നൽകുമ്പോഴും സമാനമായ പ്രതികരണമാണ് സൈബർ ഇടങ്ങളിലും രാഹുൽ മാങ്കൂട്ടം അനുകൂല സൈബർ ഇടങ്ങളിൽ നിന്നും കോൺഗ്രസ് നേതാക്കളിൽ നിന്നുമൊക്കെ ഉണ്ടായത്. കോടതിയിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ രാഹുലിന്റെ ഭാഗം വാദിച്ച അഭിഭാഷകൻ പറഞ്ഞത് ഇതുതന്നെയാണ്. അൺനോണായ ഒരു പരാതി, തീർച്ചും അൺനോൺ തന്നെയാണ്. കുട്ടി പേര് വെളിപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ട് വെളിപ്പെടുത്തുന്ന കാരണം ആദ്യഘട്ടത്തിൽ കേസ് വെളിപ്പെടുത്തിയ പേര് വെളിപ്പെടുത്തിയ അല്ലെങ്കിൽ പരാതി മുന്നോട്ട് പോയ പെൺകുട്ടിക്കുണ്ടായ സംഘടിതമായ സൈബർ ആക്രമണം, അതൊക്കെ കൂടി ഉള്ളതുകൊണ്ട് താൻ പേര് പറയുന്നില്ല, താൻ ഒരു ഘട്ടത്തിന് പുറത്ത് ഭയക്കുന്നുവെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ പെൺകുട്ടി ഇപ്പോൾ ആ ഭയം മാറി സർക്കാരിൽ വിശ്വസിച്ച്, ആഭ്യന്തര വകുപ്പിൽ വിശ്വസിച്ച് മൊഴി നൽകാൻ തയ്യാറെടുക്കുന്നുവെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഏത് നിമിഷവും ആ പെൺകുട്ടിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയേക്കാം. വളരെ കൃത്യമായ പെൺകുട്ടിയുടെ സംഭവങ്ങൾ പറയുന്നു. ആ കാര്യങ്ങൾ കൂടി വരുമ്പോൾ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ പ്രതിരോധത്തിലാകും. ഇപ്പോൾ ഹൈക്കോടതി കേസ് വരുമ്പോൾ തന്നെ ഇനിയൊരു കേസ് കൂടി ഉണ്ട്, അവിടെ കൂടി ആ പെൺകുട്ടിയുടെ മൊഴിയുണ്ട്. ഇതുവരെ അൺനോൺ ആയിരുന്ന പരാതി ഇന്ന് കോടതി പരിഗണിക്കും മുമ്പ് തന്നെ ഒരുപക്ഷെ അന്വേഷണ സംഘം ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയേക്കാം, മൊഴി അന്വേഷണം ലഭിച്ചേക്കാം. ആദ്യഘട്ടം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ വിലസ് നടക്കാൻ കാരണം പരാതിയുണ്ട്, നിരവധി പരാതികളുണ്ട്, നിരവധി ഇരകളുണ്ട്. പക്ഷേ ആരും പരാതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല. എവിടെ പരാതിക്കാർ എന്ന ചോദ്യമാണ് ഇത്തരത്തിൽ വലിയ ആരോപണം നേരിടുമ്പോഴും പൊതുജന മധ്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൊക്കെ വിലസ് നടന്ന നിയമസഭയിലടക്കം വന്നു നിന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരകളെ പോലും അവഹേളിച്ചുകൊണ്ട് ചോദിച്ചു എവിടെ പരാതി എന്ന ചോദ്യമാണ്. പരാതി ഒന്ന് വന്നു, അത് ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. അടുത്ത പരാതിയും വന്നിരിക്കുന്നു. തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിന് കൂടുതൽ കുരുക്ക് മുറുകുന്നതിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അന്വേഷണ സംഘം രാഹുലിന് പിന്നാലെയുണ്ട്. ആദ്യഘട്ടത്തിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യണമോ, ഒരു തവണ ആഭ്യന്തര വകുപ്പിന്റെ പിടിപ്പുകേട് കൊണ്ടുകൂടി രാഹുലിനെ നിസ്സാരമായ ഒരു കുറ്റത്തിന് വീട് കയറി അറസ്റ്റ് ചെയ്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിന്റെ ഒരു ഉദയം എന്ന് പോലും വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ കോടതി കൃത്യമായി പറയാതെ രാഹുലിനെ അറസ്റ്റ് ചെയ്ത് വീണ്ടും രാഹുലിന് ഒരു ഇരവാദം ഉണ്ടാക്കാനും ഇരയായി ചമയാനും ആ രീതിയിൽ രാഹുലിനെ ഹീറോയിസം ഉണ്ടാക്കാനും ശ്രമം വേണ്ട എന്ന നിർദ്ദേശം ആഭ്യന്തര വകുപ്പിന് ഉന്നതങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആദ്യം ഒരു മെല്ലെപ്പോക്കിലേക്ക് പോയത്. പക്ഷേ പെൺകുട്ടികൾ, ഇരകൾ ഒന്നൊന്നായി പരാതിയുമായി വരുമ്പോൾ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യണമെന്ന നിലപാടിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. എല്ലായിടത്തും രാഹുലിനെ വലവിരിക്കുന്നു. രാഹുലിന്റെ സഹായികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് കസ്റ്റഡിയിലെടുക്കുന്നു. ഇന്നലത്തെ രണ്ടുപേരെ പാലക്കാട് നിന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അങ്ങനെ കൃത്യമായി രാഹുൽ പോകാനുള്ള ഇടങ്ങളിലൊക്കെ പോലീസ് ഇപ്പോഴും സൂക്ഷ്മതയോടുകൂടി നിലകൊള്ളുന്നുണ്ട്. പക്ഷേ രാഹുലിന് വലിയ സംരക്ഷണം ഇപ്പോഴും ലഭിക്കുന്നതാണ് അന്വേഷണ സംഘത്തെ കുഴക്കുന്നത്. കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. അവിടെ ഉൾപ്പെടെ വലിയ സംരക്ഷണം രാഹുലിനുണ്ട്. വലിയ ചില ഗ്രൂപ്പുകൾ രാഹുലിനെ സംരക്ഷിച്ച് പോലീസ് വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. വളരെ കൃത്യമായി പോലീസ് എത്തുന്ന വിവരമാണ് 2 തവണ രാഹുൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിരുന്നു. അതും പോലീസിൽ നിന്ന് തന്നെ ചോർന്ന വിവരമാണോ എന്ന ആശങ്ക കൂടി അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നു. അങ്ങനെ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടിയുള്ള നീക്കങ്ങൾ. കർണാടകയിൽ രാഹുലിനെ സംരക്ഷിക്കുന്നത് ചെറിയ പുള്ളികളല്ല, ചെറിയ ടീമുകളല്ല, വളരെ സംഘടിതമായി വളരെ ശക്തമായ ചില കേന്ദ്രങ്ങൾ. രാഹുൽ
മാങ്കൂട്ടത്തിലിനെ സംരക്ഷിച്ചു നിർത്തുന്നു, പൊതിഞ്ഞു നിർത്തുന്നു. ഇപ്പോഴും കോൺഗ്രസിന് പുറത്ത് പറയുമ്പോഴും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ രാഹുലിന് വളരെ സുരക്ഷിതമായ ഒളിയിടം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണ സംഘത്തിന് അറസ്റ്റിലേക്ക് എത്താൻ, രാഹുലിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന വിലയിരുത്തലാണ് പൊതുവിൽ അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും രാഹുലിന് വേണ്ടി എല്ലാ വഴികളും അടച്ച് അന്വേഷണത്തിന് പോലീസ് തയ്യാറെടുക്കുകയാണ്. രാഹുലിനെതിരെ ഇനിയും പരാതികൾ വരുമെന്ന് പോലീസ് കരുതുന്നു. ചില പരാതികൾ ഇതിനകം തന്നെ അനൌദ്യോഗികമായൊക്കെ അന്വേഷണ സംഘവുമായി ആളുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. KPC നേതൃത്വത്തിനും കോൺഗ്രസിലെ പ്രധാന നേതാക്കൾക്കുമൊക്കെ രാഹുലിനെ പറ്റി ഇപ്പോൾ വന്ന 2 പരാതികൾക്ക് അപ്പുറത്തേക്കുള്ള ചില പരാതികൾ കൂടി രാഹുലിന് എതിരെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇത്ര ഒരു കടുത്ത നടപടിയിലേക്ക്. ഇനിയും രാഹുലിനെ സംഘടനയിൽ തുടർന്നാൽ, ഇനിയും രാഹുലിനെ ചുമന്നാൽ ഇതിനകം അധികം പരാതികൾ വരും. രാഹുൽ MLA തുടർന്നാൽ പോലും അത് കൂടുതൽ ദോഷമുണ്ടാക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നു. ഇപ്പോൾ കോൺഗ്രസിന് പറഞ്ഞു നിൽക്കാം, എവിടെയാണ് CPM ഇത്തരം ആരോപണം ഉയർന്ന നേതാക്കൾക്കെതിരെ നടപടിയെടുത്തത്? പാർട്ടി കോടതികളും പാർട്ടി കമ്മീഷനും അപ്പുറത്തേക്ക് CPMനെ ഒരാളെങ്കിലും ഇത്തരത്തിൽ പുറത്താക്കാൻ ധൈര്യമുണ്ടായിട്ടുണ്ടോ? സ്വാഭാവികമായും കോൺഗ്രസിന് CPMനോട് ചോദിക്കാൻ കഴിയുന്ന ചോദ്യമാണ്. നേതാക്കൾ ചോദിച്ച് തുടങ്ങിയിട്ടുമുണ്ട്. പക്ഷെ അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും കോൺഗ്രസിന്റെ ടിക്കറ്റ് ജയിച്ചു വന്ന MLA ആണ്. അയാൾ രാജിവെക്കാൻ തയ്യാറായിട്ടില്ല. ചോദിച്ചു വാങ്ങാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ആ രീതിയിൽ കഴിയുകയുമില്ല. പക്ഷേ സ്വാഭാവികമായും രാഹുൽ രാജിവെക്കണമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ വരും ദിവസങ്ങളിലും എതിർപക്ഷത്തിന്, ഭരണപക്ഷത്തിന് കോൺഗ്രസിനെതിരെ ചൂണ്ടാവുന്ന വിരലായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കും. തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിലൊന്നായി ഇത് മാറിക്കഴിഞ്ഞു. അത് കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ, ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ മുന്നണിയിലേക്ക് വരണം. അതുകൊണ്ടുകൂടിയാണ് രാഹുലിനെതിരെ ഇത്ര തിടുക്കപ്പെട്ട് 1 മിനിറ്റിനുള്ളിൽ, അതായത് രാഹുലിന്റെ ജാമ്യം നിഷേധിച്ച തീരുമാനം സെഷൻസ് കോടതിയിൽ വന്ന 1 മിനിറ്റിനുള്ളിൽ തന്നെ രാഹുലിനെ പുറത്തായിക്കൊണ്ട് KPC നേതൃത്വം തയ്യാറാക്കി വെച്ച വാർത്താക്കുറിപ്പ് പുറത്തുവിട്ടത്. ശരി അരുൺ, തീർച്ചയായും അരുൺ പറഞ്ഞതുപോലെ ഇത് ആദ്യം മുതൽ തന്നെ ഈ കേസിൽ ഹൂ കെയർസ് എന്ന നിലപാടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തത് എന്നുള്ളതാണ്. നിങ്ങൾ പല പ്രേക്ഷകരും നമ്മളോട് ചോദിക്കുന്നുണ്ട്, മെസ്സേജ് അയച്ചും നമ്മുടെ യൂട്യൂബിലും ഒക്കെ ചോദിക്കുന്ന ഒരു കാര്യം, എന്തിനാണ് ഇത്രയും സമയം ഈ വാർത്ത കൈകാര്യം ചെയ്യുന്നത്? ഇതൊരു വെറുമൊരു സാധാരണക്കാരനല്ല, MLA ആണ് എന്ന് ആലോചിക്കണം. ലൈംഗിക ആരോപണ കേസ് പരാതി ഉയർന്ന ഒരാളാണെന്ന് ആലോചിക്കണം. കേസെടുത്ത ആളാണ്. പോലീസ് ഇത്രയും ദിവസം അന്വേഷിച്ചിട്ടും 8 ദിവസവും നമ്മൾ ആകെ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം രാഹുൽ എവിടെ എന്നുള്ളതാണ്. KV ബൈജു കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബൈജു, ഇന്നലെ നാടകീയമായ നീക്കങ്ങളായിരുന്നു ഹോസ്ദുർഗ് കോടതിക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. നമ്മളായിരുന്നു ഉച്ചയോടെ ആ വാർത്ത ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അവിടെ പോലീസ് നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള കാര്യം. അത് രാത്രി ഒരുപാട് സമയം നീണ്ടു. കോടതി സാധാരണ സമയത്തിനപ്പുറത്തേക്കും പ്രവർത്തിക്കുന്നു. കൂടുതൽ പോലീസുകാർ അവിടേക്ക് എത്തുന്നു. പക്ഷേ പിന്നീട് പോലീസ് അവിടെ നിന്ന് മടങ്ങുന്ന കാഴ്ച. എന്തായിരുന്നു ഇന്നലെ സംഭവിച്ചത്? അശ്വതി, പോലീസിൽ നിന്നുള്ള അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഒപ്പമുണ്ടായിരുന്ന ഒരാളുടെ ടവർ ലൊക്കേഷൻ ലഭിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടി എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിലേക്ക് ലഭിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ വലിയ സുരക്ഷ ഈ കോടതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു തയ്യാറെടുപ്പ് എന്ന നിലയിൽ ഒരുക്കിയെന്നാണ് കാര്യമാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇന്നലെ രാത്രി വൈകിയും കാസർഗോഡ് ജില്ലയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ SP-യുടെ സാന്നിധ്യത്തിൽ യോഗം ചേരുന്നുണ്ട്. ഇപ്പോഴും പോലീസ് കരുതുന്നത് ഏതെങ്കിലും തരത്തിൽ പോലീസിലെ അറസ്റ്റ് കൈവരിക്കാതെ കോടതിയിൽ കീഴടങ്ങാനുള്ള നീക്കങ്ങൾ തന്നെയാണ് രാഹുൽ നടത്തുന്നതെന്നാണ്. അതിൽ ഇന്നലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായത്, ജഡ്ജി ഇന്നലെ 5 മണി കോടതി സമയം കഴിഞ്ഞ് കൂടുതൽ സമയം കോടതിയിൽ ചെലവഴിച്ചതും അത്തരത്തിലൊരു നീക്കം ഏതെങ്കിലും അഭിഭാഷകന്റെ ഭാഗത്ത് ഉണ്ടായോ എന്നത് തന്നെയാണ്